ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് തത്വമസി എന്ന മഹാവാക്യത്തെക്കുറിച്ചാണ്. നമ്മളത് പലപ്പോഴായി കേൾക്കുന്നതും വായിക്കുന്നതുമൊക്കെയായ ഒരു മഹാവാക്യമാണ് തത്വമസി എന്നത്. ചില അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തത്വമസി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം, ഇല്ലേ? അപ്പോഴൊക്കെയും നമ്മൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് ചിന്തിച്ചു കാണും. ഇന്ന് നാം തത്വമസി എന്ന ആ മഹാവാക്യത്തിനെ കുറിച്ചാണ് വിചാരം ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഇത് സാമവേദത്തിലാണ് തത്വമസി എന്ന മഹാവാക്യം. ഋഗ്വേദത്തിന് പ്രജ്ഞാനം ബ്രഹ്മ, അഥർവവേദത്തിൽ അയമാത്മബ്രഹ്മ, യജുർവേദത്തിൽ അഹം ബ്രഹ്മാസ്മി എന്നിവയാണ് മഹാവാക്യങ്ങൾ. അപ്പോൾ ഈ തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് പദങ്ങൾ പരിചയപ്പെടുന്നത് നന്നായിരിക്കും. എന്താണവ? ഒന്ന് വാച്യാർത്ഥം, രണ്ട് ലക്ഷ്യാർത്ഥം. വാച്യാർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ്? ഇംഗ്ലീഷിൽ അതിൻ്റെ ലിറ്ററൽ സെൻസ് അല്ലെങ്കിൽ അക്ഷരാർത്ഥം അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. ലക്ഷ്യാർത്ഥമോ? നമ്മൾ എന്താണ് ആ വാക്കുകളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു വാചകത്തിനെ കൊണ്ട് ലക്ഷ്യമിടുന്നത്, അത് ലക്ഷ്യാർത്ഥം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വൈകുന്നേരം കുട്ടി വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറേ നേരമായി കളിച്ചുകൊണ്ടിരിക്കുന്നു. സന്ധ്യ ആവാറായി. അപ്പോൾ അമ്മ വന്ന് പറയാണ്, കുട്ടി 6 മണിയായി. ഇതിൻ്റെ വാച്യാർത്ഥം വളരെ സരളം. ലക്ഷ്യാർത്ഥം എന്താണ്? കുട്ടി സന്ധ്യയായി, കുളിച്ച് ജപിക്കാനുള്ള സമയമായി, അതുകൊണ്ട് കളി മതിയാക്കി കടന്നു വരൂ എന്നാണ്. കുട്ടിക്കത് മനസ്സിലാവുന്നുമുണ്ട്. അതുപ്രകാരം കളി അവസാനിപ്പിച്ച് ഉള്ളിലേക്ക് പോകുന്നുമുണ്ട്. ഇത് ലക്ഷ്യാർത്ഥം. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിലോ, നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഒരാൾ പടി കടന്ന്, വേണ്ടപ്പെട്ട ഒരാൾ പടി കടന്ന് വരികയാണ്. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് പറയുകയാണ്, ദാ വരുന്നു സിംഹം. ഇത് വാച്യാർത്ഥം വീണ്ടും സരളമാണ്. പക്ഷേ അതല്ലല്ലോ ലക്ഷ്യാർത്ഥം. സിംഹമല്ല, ഒരാളാണ് കടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യാർത്ഥം എന്താണ്? സിംഹത്തിനെ പോലെ ധൈര്യശാലിയായ ഒരാൾ ദാ കടന്നു വരുന്നു എന്നാണ്. അപ്പോൾ ഈ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ലക്ഷ്യാർത്ഥം ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി നമുക്ക് തത്വമസി എന്ന മഹാവാക്യത്തിലേക്ക് കിടക്കാം. അതിലിപ്പോൾ തത്, ത്വം, അസി എന്ന 3 വാക്കുകളാണല്ലോ തത്വമസിയിലുള്ളത്. തത്, ത്വം, അസി. തത് പറയുമ്പോൾ അത്, ത്വം, നീ.
അസി പറയുമ്പോൾ ആകുന്നു. തത്വമസി, അത് നീ ആകുന്നു എന്ന് മലയാളത്തിൽ അർത്ഥം. ഇനിയിപ്പോൾ ഈ തത് എന്നുള്ളതിൻ്റെയും ത്വം എന്നുള്ളതിൻ്റെയും വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിലേ തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായി നമുക്ക് ത്വം പദം എടുക്കാം. ത്വം എന്ന് പറഞ്ഞാൽ നീ, നമ്മളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തത്വമസി തത്, അത് ത്വം നീ ആകുന്നു. നീ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ത്വം പദത്തിൻ്റെ വാച്യാർത്ഥം എന്താണ്, ലക്ഷ്യാർത്ഥം എന്താണ്? സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി ത്വം പദ വാച്യാർത്ഥ ഉപാധി വിനിർമുക്തം സമാധി ദശാസമ്പന്നം ശുദ്ധം ചൈതന്യം ത്വം പദ ലക്ഷ്യാർത്ഥം. അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി ത്വം പദ വാച്യാർത്ഥ. ത്വം എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി എന്നർത്ഥം. നമ്മൾ ഓരോരുത്തരും സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനികളാണ്. നമുക്ക് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം, അങ്ങനെ ശരീരത്രയങ്ങളുണ്ട്. അപ്പോൾ അതിലഭിമാനിക്കുന്നു നമ്മൾ. or ഇംഗ്ലീഷ് പറയാച്ചാൽ ഐ ആം ഐഡൻറ്റിഫൈഡ് വിത്ത് ദിസ് സ്ഥൂല സൂക്ഷ്മ ശരീരം, ഓർ ഐ ആം ഐഡൻറ്റിഫൈഡ് മൈസെൽഫ് വിത്ത് ദിസ് ഗ്രോസ് ആൻഡ് സട്ടിൽ ബോഡി. അതാണ് അതിൻ്റെ വാച്യാർത്ഥം, ത്വം പദത്തിൻ്റെ വാച്യാർത്ഥം. അപ്പം അതിൻ്റെ ലക്ഷ്യാർത്ഥമോ? അതാണ് സംസ്കൃതത്തിൽ നേരത്തെ പറഞ്ഞത്, ഉപാധി വിനിർമുക്തം സമാധി ദശാസമ്പന്നം ശുദ്ധം ചൈതന്യം ത്വം പദ ലക്ഷ്യാർത്ഥം. ഇനിയിപ്പോൾ ഇവിടെ ഉപാധി എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഉപാധി വിനിർമുക്തം സമാധി ദശാസമ്പന്നം ശുദ്ധം ചൈതന്യം എന്ന്, അതാണ് ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം. അപ്പോൾ എന്താണ് ഈ ഉപാധി എന്ന് നോക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷിൽ അതിന് ഇൻസിഡൻ്റൽ അഡ്ജങ്ക്റ്റ് എന്നോ ഒക്കെ പറയാം. അതെന്താണ് ഉപാധി എന്ന് പറയുമ്പോൾ? ഒരു വസ്തു വേറെ വസ്തുവിൻ്റെ സമീപത്തിരിക്കുമ്പോൾ ആദ്യത്തെ വസ്തുവിൻ്റെ ഗുണങ്ങൾ മറ്റേ വസ്തുവിലേക്ക് കൊടുക്കുക. ഇതാണ് ഉപാധി. ഇനിയിപ്പോൾ അതിനൊരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ, ഇതാ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്, കുപ്പി ഗ്ലാസ്, ക്രിസ്റ്റൽ ക്ലിയർ, നിറമോ ഒന്നുമില്ല അതിന്. പക്ഷേ ഇതിൽ ഒരു ബ്ലൂ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കൂ. ഈ ഗ്ലാസ്സിന് ലൈറ്റ് ബ്ലൂ കളർ വന്നു. ഇപ്പോഴോ ഇല്ല. അപ്പോൾ ഇത് ഉപാധിയാണ്. സമീപത്തിരിക്കുന്ന വസ്തു വേറെ അടുത്തിരിക്കുന്ന വസ്തുവിലേക്ക് ആദ്യത്തെ വസ്തുവിൻ്റെ ഗുണം പകർന്നു കൊടുക്കുക. ഇപ്പോൾ ഉപാധി വിനിർമുക്തമായത്. ഇത് സ്പഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഉപാധി എന്ന് പറയുമ്പോൾ എന്താണ്? അടുത്തിരിക്കുന്ന വസ്തു വേറൊരു വസ്തുവിന് തൻ്റെ ഗുണം പകർന്നു കൊടുക്കുക, ഉപാധി. സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം ഇത് തന്നെയാണ് അജ്ഞാനവും, ഇത് തന്നെയാണ് ഉപാധി, ഇത് തന്നെയാണ് അവിദ്യ. അപ്പോൾ ലക്ഷ്യാർത്ഥം എന്താണ്? ഉപാധി വിനിർമുക്തം സമാധി ദശാസമ്പന്നം ശുദ്ധം ചൈതന്യം ത്വം പദ ലക്ഷ്യാർത്ഥം. അപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഉപാധി വിനിർമുക്തം എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതെന്താണ്? ഞാൻ
ശരീരത്തിൽ കൂടി പ്രവർത്തിക്കുമ്പോഴും ദേഹമായി ജീവിക്കുന്നില്ല. ഞാൻ മനസ്സിൽ കൂടി പ്രവർത്തിക്കുമ്പോഴും മനസ്സായി ജീവിക്കുന്നില്ല. ഞാൻ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി പ്രവർത്തിക്കുമ്പോഴും ജ്ഞാനേന്ദ്രിയമായി ജീവിക്കുന്നില്ല. ഈ അവസ്ഥ നമ്മൾ പ്രാപിക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ ഉപാധി വിനിർമുക്തം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ഉപാധികൾ ഇല്ലാത്ത ഒരവസ്ഥ. ഉപാധി എന്താണെന്ന് ഞാൻ നേരത്തെ നമ്മൾ ഈ എക്സാമ്പിൾ കാണിച്ചു തന്നു ഗ്ലാസിൻ്റെ. അപ്പോൾ ഈ ഉപാധി വിനിർമുക്തം സമാധി ദശാസമ്പന്നം ത്വം പദലക്ഷാർത്ഥം. ഇനി സമാധി ദശാസമ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം, സന്താപം എന്നിവ ഒരാളെ സ്വാധീനിക്കാൻ പറ്റാത്ത അവസ്ഥ. ആരുടെ ബുദ്ധിയാണോ മലിനമാകാതിരിക്കുന്നത്, ആരുടെ ബുദ്ധിയാണോ സ്ഥിരമായിരിക്കുന്നത്, അയാൾ സമാധിയിൽ ജീവിക്കുന്നു. അതായത് ഉപാധികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ശുദ്ധ ചൈതന്യം. അതാണ് ത്വം പദ ലക്ഷ്യാർത്ഥം. ഉപാധികൾ വിട്ടുപോയാൽ ശുദ്ധ ചൈതന്യമായി. അതാണ് ത്വം പദ ലക്ഷ്യാർത്ഥം. ഇനി നമുക്ക് അപ്പോൾ തത് പദത്തിൻ്റെ ത്വം പദത്തിൻ്റെ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും മനസ്സിലായി ഇല്ലേ? ഇനി തത് പദത്തിൻ്റെ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും. തത് പദം എന്താണ്? സർവജ്ഞാതി വിശിഷ്ട ഈശ്വര തത് പദ വാച്യാർത്ഥ. സർവജ്ഞാതി വിശിഷ്ട ഈശ്വര തത് പദ വാച്യാർത്ഥ. ശുദ്ധം ചൈതന്യം തത് പദ ലക്ഷ്യാർത്ഥ. അപ്പോൾ വാച്യാർത്ഥം എന്താണ്? തത് പദത്തിൻ്റെ സർവജ്ഞ ഇത്യാദി ഗുണങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ട ഈശ്വരൻ തത് പദത്തിൻ്റെ വാച്യാർത്ഥം. നമ്മൾ പറയാറില്ലേ, ഒമ്നിപൊട്ടൻറ്റ്, ഒമ്നീഷ്യൻറ്റ്, ഒമ്നി പ്രസൻറ്റ്, ഇതെല്ലാം ഈശ്വരൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ സർവജ്ഞത്വം ഇത്യാദി ഗുണങ്ങളാൽ വിശേഷിപ്പിക്കപ്പെട്ട ഈശ്വരനാണ്. അതാണ് തത് പദത്തിൻ്റെ വാച്യാർത്ഥം. ഇനിയിപ്പോൾ ലക്ഷ്യാർത്ഥമോ? ഉപാധിശൂന്യമായ ശുദ്ധ ചൈതന്യം. ഉപാധിശൂന്യമായ ശുദ്ധ ചൈതന്യം, അതാണ് തത് പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം. ഇപ്പോൾ ത്വം എന്ന പദത്തിൻ്റെ ലക്ഷ്യാർത്ഥവും വാച്യാർത്ഥവും തത് പദത്തിൻ്റെ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും നമുക്ക് മനസ്സിലായി. ഒന്നുകൂടി അത് സ്പഷ്ടമാക്കുകയാണെങ്കിൽ, ജീവൻ്റെ വാച്യാർത്ഥം എന്താണ്? ഉടലോടുകൂടിയ തത്വം. ജീവൻ്റെ വാച്യാർത്ഥം ഉടലോടുകൂടിയ തത്വം. ഈശ്വരൻ്റെ വാച്യാർത്ഥമോ? മായയോടുകൂടിയ ചൈതന്യം. മായയോടുകൂടിയ ചൈതന്യം. ഈശ്വരനും ജീവനും ചൈതന്യ ദൃഷ്ടിയിൽ ഒന്ന്, ഉപാധി ദൃഷ്ടിയിൽ വേറെ വേറെ. ഉപാധി ദൃഷ്ടിയിൽ വേറെ വേറെയാണ്, പക്ഷേ ചൈതന്യ ദൃഷ്ടിയിൽ ശുദ്ധ ചൈതന്യം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ രണ്ടിൻ്റെയും തത് പദത്തിൻ്റെയും ത്വം പദത്തിൻ്റെയും ലക്ഷ്യാർത്ഥം എന്താണ്? മനസ്സിലായോ? ശുദ്ധം ചൈതന്യം. രണ്ടിലും ഉള്ള അനാത്മതത്വത്തെ മാറ്റിക്കഴിഞ്ഞാൽ രണ്ടും ശുദ്ധമായ ചൈതന്യമായി, നിർഗുണ ബ്രഹ്മമായി. അതായത് ദ്വൈത ദൃഷ്ടിയിൽ ഐക്യമില്ല, അദ്വൈത ദൃഷ്ടിയിൽ ഐക്യമുണ്ട് താനും. ഇതാണ് തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥവും വ്യാപ്തി, അർത്ഥവ്യാപ്തി. ഇതിൻ്റെ അർത്ഥവ്യാപ്തി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്ന് വിശ്വസിക്കുന്നു. ഈ ജ്ഞാനത്തെ തിരിച്ചറിയുകയും ഈ ജ്ഞാനത്തിലേക്ക് ഉയരുകയും അതായി മാറുകയും ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്നാണല്ലോ, അതായി മാറുകയും ചെയ്യാൻ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസ്ഥ തന്നെയാണ് പരിപൂർണ സ്വാതന്ത്ര്യം. ഈ അവസ്ഥ തന്നെയാണ് ശ്രേഷ്ഠത.
ഈ അവസ്ഥ തന്നെയാണ് പരമപദം. അതുതന്നെയാണ് മോക്ഷം. അതുതന്നെയാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യവും. എല്ലാവർക്കും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം